UK കുഞ്ഞിരാമൻ എന്ന ഒരു സഖാവ്. ചിരിക്കുന്നുണ്ടാരോ? ആ ചിരി ആരുടെ ചിരിയാ സർ? ഇവിടെ സർ, ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നറിയോ? മെരുവമ്പായി പള്ളി. മെരുവമ്പായി പള്ളി എന്നത് മുസ്ലിം പള്ളികളിൽ കുറച്ച് പ്രാധാന്യമുള്ള പള്ളിയാണ്. അന്ന് ആത്മാഹൂതി ചെയ്തു പോലും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്ന ആഹ്വാനം പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി വളണ്ടിയർമാർ ഇത്തരം ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കാവൽ നിന്നിരുന്നു. മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ എത്തി. അപ്പോൾ ഇവർ തടഞ്ഞു. വാക്കേറ്റായി. വാക്കേറ്റത്തിൽ ഇവരെ തള്ളിമാറ്റി അങ്ങോട്ട് പോയി ആക്രമിക്കാനുള്ള ശേഷി അവർക്കില്ല. തൽക്കാലം പിരിയേണ്ടി വന്നു, പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂ. രാത്രി മുഴുവൻ ഈ വളണ്ടിയർമാരവിടെ കാവൽ കിടക്കുകയാണ്. രാവിലെ UK കുഞ്ഞിരാമൻ്റെ വീട് മെരുവമ്പായി പള്ളിയിൽക്കപ്പുറത്ത് നിർവേലി എന്ന സ്ഥലത്താണ്. ആ നിർവേലി ഭാഗത്തൂടെ പോകണം വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഈ സംഘം കാത്തു നിന്നു. ഈ ആക്രമിക്കാൻ വന്ന സംഘം അവിടെ വെച്ച് ആക്രമിച്ചു. അതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സർ, അതാണ് ഞങ്ങളുടെ അനുഭവം. ഇവിടെ ഏതെങ്കിലും വർഗീയത എതിർക്കുന്നത് കൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായി പോകുമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഒരു മതവിഭാഗവും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇവിടെ RSSനെ അതിശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കളാകെ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്ന നിലക്ക് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മറ്റും ഞങ്ങൾ എതിർക്കാൻ തയ്യാറായിട്ടുണ്ട്. അതേതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു എതിർപ്പായി കേരളത്തിലെ മുസ്ലിം വിഭാഗം കണക്കാക്കുന്ന ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷെ അത്തരമൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ലീഗ് സുഹൃത്തുക്കളടക്കം ശ്രമിച്ചിട്ടില്ലേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് വലിയ തോതിൽ പരിശോധിക്കുന്നത് നന്നാവും. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത്. സർ, വസ്തുതകൾ പറഞ്ഞുകൊണ്ടല്ലേ ആക്രമണം നടത്തേണ്ടത്? ഏതിനും നേരും നെറിയും വേണ്ടി എല്ലാത്തൊരു നിലപാടെടുക്കാൻ പാടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ഫോണുകളിലൊക്കെ വരുന്ന ചില മെസ്സേജുകളുടെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ എന്നെ കാണിച്ച്, എൻ്റെ ഫോണിൽ വന്നതല്ല, വേറൊരാൾ കാണിച്ചതാണ്. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നൊരു സ്ത്രീയുടെ കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ്സുകാരൊക്കെ ഒരു ശീലമുണ്ട് പോലും, ചില ബസ്സുകാർ, ചിലരായിരിക്കും. ആ ബസ് വന്ന് നിന്നപ്പോൾ കോഴിക്കോടേക്കുള്ളവർ ആദ്യം കയറ്റും. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിപ്പോയി. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് വേഗം കയറി ഇരിക്കണമല്ലോ. അപ്പോൾ വേറൊരു സ്ത്രീ അവർ അതിലിടപെട്ടു. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, കയറ്റേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളായി. വെള്ളത്തിനടക്ക് കണ്ടക്ടർ സമ്മതിച്ചു, കയറ്റിയിരുത്തി. ഈ സ്ത്രീയും കയറി. രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഓപ്പറേഷൻ്റെ വിവരമൊക്കെ ചോദിച്ചു. അത് പറഞ്ഞു. ആശുപത്രി എങ്ങനെ, അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ പറയുകയാണ്. അതെങ്ങനെയാണ്, അത് മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ പെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എത്രയാണ്? ഇപ്പോൾ 2000 രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ 1600 അത് ഇപ്പം എങ്ങനെയാണ് വർദ്ധിച്ചത്? അത് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. നമ്മളെ സൂചിപ്പിച്ചിട്ട് നമ്മളിവിടുന്ന് പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രി ചെയ്ത കാര്യമല്ലേ. ഒരു പാവപ്പെട്ട സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുന്ന ആ കാര്യമാണ് ഇവർ മെസ്സേജ് അയച്ചിട്ടത്. പറയുന്നത് മുഖ്യമന്ത്രി ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ ഭാഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നതല്ല. 1600 രൂപ 2000 രൂപയാക്കി. എന്നാൽ അതെല്ലാം ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്, കേരളത്തിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. അത് ചിലർ പോയി ആ വീട്ടിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ ധാരണയാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണ രീതികളാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഈ രീതി സ്വീകരിക്കുന്നതുകൊണ്ട് മുസ്ലിം വിഭാഗമാകെ ഞങ്ങൾക്കെതിരായി പോകുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് സ്വയം ഹത്യാപരമായിട്ടാണ് വരിക എന്നത് കാണുന്നത് നല്ലതാണ്. സർ, ഇവിടെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ രാവിലെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, PMCയെ കുറിച്ച് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറയാം. PMCയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതോ കേരളം വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഏത് കോൺഗ്രസ് സർക്കാരാണ് PMCയിൽ ഒപ്പിടാതെയുള്ളത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ PMC പദ്ധതി ആരംഭിക്കുന്നത് 2022 സെപ്റ്റംബറിലാണ്. രാജസ്ഥാൻ, UP, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ, അരുണാചൽ, ആസാം, മേഘാലയ, ഇത്രയും സംസ്ഥാനങ്ങളാണ് PMC പദ്ധതി തുടങ്ങിയ ഘട്ടത്തിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27-നാണ്. അന്ന് കോൺഗ്രസ്സാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഛത്തീസ്ഗഡ് PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2023 ജനുവരി 10-നാണ്. അന്ന് സംസ്ഥാനം ഭരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. 2022 ഡിസംബറിലാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ഹിമാചൽ പ്രദേശിൽ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2023-ലാണ്. അന്നും ഇന്നും കോൺഗ്രസ് തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കർണാടക PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27. അന്ന് ഭരണത്തിൽ BJP ആണ്. പക്ഷേ 2023 മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ PMC പദ്ധതി കർണാടകയിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ PMC പദ്ധതി പുതുക്കിയതും കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ നേരത്തെ പഞ്ചാബ് സർക്കാർ ചെയ്തൊരു അനുഭവമുണ്ട്. അവരൊരു ഘട്ടത്തിൽ പിൻവാങ്ങിയിരുന്നു. അതുപോലെ വേണമെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് PMC പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാമായിരുന്നു. പഞ്ചാബ് 2022 ഒക്ടോബറിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിച്ചു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 2023 ജൂലൈയിൽ അവർ ഔദ്യോഗികമായി പദ്ധതിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയിലേക്കുള്ള ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി
അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ടു. അങ്ങനെ വന്നപ്പോൾ 2024 ജൂലൈയിൽ വീണ്ടും PMCയിൽ അവർ ചേർന്നു. പക്ഷേ കർണാടകയിൽ കോൺഗ്രസ്സിനെ അത് തുടരുകയാണ്. പിന്നെ തെലുങ്കാന PMC ആരംഭിച്ച സമയത്ത് BRS ആണ് അവിടെ. അവർ ഒപ്പിട്ടില്ല. 2022 അവസാന മാസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ റാവു ഹൈദരാബാദിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഒന്നിലേറെ തവണ വിമാനത്താവളത്തിൽ സ്വീകരിക്കാതെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന നിലയൊക്കെ ഉണ്ടായി. അപ്പോൾ BRS ഭരണത്തിൽ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല. 2023 ഡിസംബർ മാസം 7 തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് PMC പദ്ധതിക്ക് വേണ്ടി തെലങ്കാന ശ്രമിക്കുന്നത്. അങ്ങനെ ഒപ്പിടുന്നത് 2023 ഡിസംബറിൽ. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലാണ് തെലങ്കാനയിൽ ഒപ്പിട്ടത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക്. അപ്പോൾ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ഇതിൻ്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. അപ്പോൾ അത് സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കാൻ തെലങ്കാന ചെയ്തത് തെലങ്കാന റൈസിംഗ് എന്ന പരിപാടി തന്നെ അവിടെ ആരംഭിക്കുന്ന നിലയുണ്ട്. സർ, ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾക്കാകാം എന്നതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ വിശദമാക്കാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്.